ഒന്ന് ചെയ്യാൻ പോണത് വേറൊന്നല്ല, നമ്മുടെ വീട്ടിലിപ്പോൾ മരം മുറിച്ചിട്ട് എല്ലായിടത്തുള്ള മരം മുറിച്ച് വേനൽക്കാലം കൂടിയാണ്. അപ്പോൾ ഈ മരത്തുമ്പോൾ വീട്ടിലുള്ള ചപ്പും ചവറും എല്ലാ ഇതും കൊണ്ടുണ്ടാവും. അപ്പോൾ നിറച്ച് പൊന്തണം. അപ്പോൾ അതിനൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. കാരണം ഇത് നമുക്ക് ഈ അങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേത് കത്തിച്ച് കളയണം. കത്തിച്ച് കളയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, പിന്നെ അതേമാതിരി നമുക്ക് ഇത്ര തോനെയാണെങ്കിൽ നമുക്ക് ചാക്കിലൊന്നും എടുത്തേക്കാനും പറ്റില്ല. അപ്പോൾ നമ്മളിതൊന്ന് പൊടിച്ചിട്ട് നമുക്ക് പൊടിയാക്കിയിട്ട് ചാക്കിലെടുത്തേക്കാൻ പറ്റുമെന്നൊക്കെയാണ്. ഇതിപ്പോൾ എന്തിനത്ര റിസ്ക് എടുത്തിട്ട് പൊടിക്കണമെന്നാവും. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, അപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അതും കൂടെയുള്ള എന്തൊക്കെ ഗുണങ്ങൾ എന്നുള്ളത്. കാരണം ഇത് നമുക്ക് കൃഷിക്ക് നല്ലൊരു സാധനമാണ്. പിന്നെ കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഇത് മൾച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ഇതിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തിട്ട് ഞാൻ ഞാൻ ഒരു കൊല്ലം പിന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ കാണിച്ചു തരും ചെയ്യാം. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ഞാൻ തന്നെ ഒരു നമ്മുടെ സാധാ പൊന്തോട്ട മോട്ടർ തന്നെയാണ്. അതിൽ ഞാനൊരു ബ്ലേഡ് സെപ്പറേറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പൊടിക്കണം എങ്ങനെയാണെന്ന് നോക്കിയേക്കാം. തന്നെ കറങ്ങണ്ടല്ലേ? ഇത് ഞാനെന്താ മൊത്തം പൊടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ഏകദേശം കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷേ മോട്ടറിന് എന്തോ ചെറിയ കംപ്ലൈൻറ്റ്. അതെന്തായാലും മൊത്തം പൊടിക്കണം. നമുക്ക് കൃഷിക്ക് ആവശ്യത്തിന് നേരെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതേമാതിരി നമുക്ക് നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതേമാതിരി കരിയിലും മറ്റുള്ള ഇലകളും. അതൊക്കെ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പൊടിച്ച് നമ്മൾ സൂക്ഷിച്ചാൽ ഏറ്റവും നല്ല വളമാണ്. അപ്പോൾ ഞാൻ ഈ കരിയില കഴിഞ്ഞ വർഷം ഈ ഇത് മാത്രം ഇട്ടിട്ട് ചെയ്ത കുറച്ച് ഇതുണ്ട്. അതായത് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, ഇതൊക്കെ. കാരണം എനിക്ക് ഒരുപാട് ഇഞ്ചി ഉണ്ടായിരുന്നു. അതെല്ലാം അത് ഫുള്ള് ഈ മഞ്ഞളിപ്പ് കേട് വന്നിട്ട് ഫുള്ള് പോയി. ഏകദേശം ഒരു 100 കിലോ ഇഞ്ചി നട്ടായിരുന്നു. മൊത്തം പോയി. ഒരു ചെറിയ കഷ്ണം പോലും കിട്ടിയില്ല, മൊത്തം പോയി. അപ്പോൾ അങ്ങനെ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് നട്ടതാണ്. നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഇതേമാതിരി. അപ്പോൾ ഞങ്ങൾ വെറും കരിയിലയിൽ മാത്രം നട്ടുനോക്കിയത്. അത് നല്ല അടിപൊളി ഇഞ്ചിയാണ്. അപ്പോൾ അതൊന്ന് കാട്ടിത്തരാം. ഇത് പിന്നെ നമുക്ക് മോട്ടറിൻ്റെ കേട് മാറ്റിയിട്ട് നേരങ്ങത്തിലൊന്ന് പൊടിക്കണം. ഇതാണ് വെറും കരിയിലയിൽ നട്ടതാണ് മുളകിൻ തൈ. വേണ്ട എന്താ അതിൻ്റെ ഉഷാറ്. അത് പിന്നെ ഒരു കൊല്ലമായിരുന്നു. കുറേ കായ അറുത്ത് കൈകാര്യം ചെയ്യണം. എന്നാലും കുറച്ചൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് കണ്ടോ വെറും കരിയിലാണ്. എന്താ ഇഞ്ചിയൊക്കെ ഉണ്ടോ, നമുക്ക് വെയിറ്റ് കമ്മിയാണ്, നേരെ ഉണ്ടാവും ചെയ്യും സാധനം. അതൊക്കെ എത്ര ചെറിയ മുളനാട്ടാണെന്നറിയാം വലിച്ചെറിഞ്ഞ, അതായത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് നട്ടാണ്. നല്ല മുളകളൊക്കെ നേരെ നട്ടു, അത് പറ്റ കടന്നു പോയി. ഇത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിൽ ഉണ്ടായിരുന്ന മുളയാണ്, അതാണ് ഇത്രയും നന്നായിരുന്നത്. ഇതിപ്പോൾ നട്ടായതാണെന്നറിയാം. ഇനിയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കാണാനില്ല, അത്രയും ചെറിയ ഒന്നാണ് നട്ടുന്നത്. ചിലപ്പോൾ കാണാൻ സാധ്യമല്ല. എന്താണെന്ന് പറഞ്ഞാൽ അത്ര ചെറുതാണ് നട്ടതാണ് അത്രയും ചെറുതാണ്. ഞാനൊക്കെ എന്താ ഇതാണ് ചെറുതൊന്നും നട്ടത്. ഈ കുത്തുമെന്നാണ് ഇപ്പോൾ ഈ കണ്ടൊക്കെ നന്നായിട്ടുണ്ടാകുന്നത്. അതേമാതിരി ഇന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതലുണ്ടാക്കാറ് വെറും ഇലയിൽ മാത്രമാണ് ഇതാക്കുന്നത്. ഇതിൽ നമുക്ക് ഇപ്പോൾ ഇഞ്ചി മാത്രമൊന്നുമല്ല, മഞ്ഞളുണ്ടാക്കാം. അതേമാതിരി മറ്റുള്ള ഇതൊക്കെ മുളകിൻ തൈ, ഇതല്ല മുളകിൻ തൈ, അതേപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് നേരെ ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ.
വെയിറ്റ് കുറയുകയാണ്. പിന്നെ നന്നായിട്ട് പിടിക്കും. അളിച്ചിൽ കേടുകൾ വളരെ കുറവാണ്. അതൊക്കെ ഇപ്പോൾ മുള വരാൻ നിൽക്കണ എല്ലാതും മുളയ്ക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതേമാതിരി തന്നെ ഇതിന് നട്ടാൽ ഒന്നും പറ്റൂല. രണ്ടാമത് നേരങ്ങത്തിൽ തന്നെ ഉണ്ടാവും. കാരണം വേറെ ഒന്നും പോവില്ല അതിൻ്റെ. അപ്പോൾ ഇതേമാതിരി നമുക്ക് മരം മുറിച്ച് കഴിഞ്ഞാലും അല്ലാതെയും വരുന്ന നമുക്ക് എല്ലാതരം വേസ്റ്റ് ഇതേമാതിരി പൊടിച്ചിട്ട് നമുക്ക് ഇതേമാതിരി കൃഷി ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിനും അതിൻ്റെ അപ്പുറം നമുക്ക് ഇഞ്ചിയും മഞ്ഞളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കിട്ടും ചെയ്യും. നമ്മുടെ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കുറയും. അതായത് ഇത് മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അളിഞ്ഞ് കൊതുകും കൂത്താടിയും കണകുണൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വേസ്റ്റ് പോവുകയും ചെയ്യും. ഇതേമാതിരി നമുക്ക് ഒരു വളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേമാതിരി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ മരം മുറിക്കുന്ന വീഡിയോസുകളും വരും. അതേമാതിരി ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസുകൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യും.